നമ്മൾ സാധാരണ എന്തെങ്കിലും ആപത്തുണ്ടായാൽ ആദ്യം വിളിക്കുന്നത് ഈ ഫയറിനെയാണ്, ഫയർഫോഴ്സ്. അവർക്കിടയിലെ ഒരു അനിശ്ചിതത്വത്തെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അഗ്നിരക്ഷാ സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ സ്ഥലം മാറ്റ പട്ടികയ്ക്കെതിരെ പ്രതിഷേധം ഇരമ്പുന്നു എന്ന വാർത്ത വരികയാണ്. സ്ഥലം മാറി വന്ന് 3 കൊല്ലം തികയാത്തവരും ഈ പട്ടികയിൽ ഇടം നേടി എന്നുള്ളത് അവരുടെ പ്രതിഷേധം കൂട്ടുന്നു. അപേക്ഷ നൽകിയവർക്കാകട്ടെ ഓപ്ഷൻ പോലും കിട്ടിയില്ല എന്നും പറയുന്നു. മാത്രമല്ല, അവരൊരിക്കലും ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു. അവർ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുമില്ല. ആ സ്ഥലങ്ങളിലേക്കൊക്കെ അവരെ കളഞ്ഞു എന്ന വാർത്തയും വരുന്നുണ്ട്. എന്തായാലും മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ ട്രാൻസ്ഫർ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജീവനക്കാർ പറയുന്നത്. ആ പ്രതിഷേധത്തിൻ്റെ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 10 മാസം മുമ്പ് ഹൃദയാഘാതം മൂലം മരിച്ച ഉദ്യോഗസ്ഥന് ചേർത്തല ഫയർ സ്റ്റേഷനിലേക്ക് മാറ്റം. രാജിവെച്ച് മറ്റു വകുപ്പുകളിൽ ജോലിക്ക് കയറിയവർക്കും കൂട്ടസ്ഥലം മാറ്റം. ഫയർഫോഴ്സ് ആസ്ഥാനത്ത് നിന്ന് ജൂൺ 4 പുറത്തിറക്കിയ 601 പേരുടെ ജംബോ കരട് ട്രാൻസ്ഫർ പട്ടികയാണ് സേനയ്ക്കാകമാനം നാണക്കേടുണ്ടാക്കിയത്. കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർ റെസ്ക്യൂ ഓഫീസർ കെ വിജേഷ് കുമാർ ഹൃദയാഘാതം മൂലം മരിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ. എന്നാൽ സ്ഥലം മാറ്റ പട്ടികയിൽ വിജേഷ് കുമാറിനെ 126 നമ്പറുകാരനായി ആലപ്പുഴ ചേർത്തല ഫയർ സ്റ്റേഷനിലേക്ക് മാറ്റി. 2013 ഫയർഫോഴ്സിൽ നിന്ന് രാജിവെച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ ജോലിക്കു കയറിയ കെ സഫാനെ 11 വർഷത്തിനു ശേഷം 498 നമ്പറുകാരനായി മലപ്പുറം തിരൂർ ഫയർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. സമാനമായി സേനയിൽ നിന്ന് രാജിവെച്ച് മത്സര പരീക്ഷകളിലൂടെ മറ്റു വകുപ്പുകളിൽ ജോലിക്കു കയറിയവരെയും വിവിധ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. സ്ഥലം മാറ്റത്തിന് സർക്കാരിൻ്റെതായ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടെങ്കിലും അതൊക്കെ മറികടന്നാണ് പട്ടിക തയ്യാറാക്കിയതെന്നാണ് ആക്ഷേപം. സ്ഥലം മാറി വന്ന് 3 വർഷം തികയാത്തവരും സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകാത്തവരുമൊക്കെ കരടു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പല ജീവനക്കാരെയും ഓപ്ഷനിൽ പറയാത്ത സ്ഥലങ്ങളിലേക്കും മാറ്റി. സ്കൂൾ തുറന്ന ശേഷമാണ് സ്ഥലം മാറ്റ പട്ടിക പുറത്തിറക്കുന്നത്. മറ്റു ജില്ലകളിലേക്കും ദൂരസ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റം കിട്ടുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള ജീവനക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഓൺലൈൻ മുഖേനയാണ് സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ സ്വീകരിച്ചത്. എന്നാൽ ട്രാൻസ്ഫർ പട്ടിക തയ്യാറാക്കിയത് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഏകപക്ഷീയമായ താൽപ്പര്യങ്ങൾക്കനുസരിച്ചെന്നാണ് ജീവനക്കാരുടെ ആരോപണം. കഴിഞ്ഞ പൊതുസ്ഥലം മാറ്റത്തിനു ശേഷം 3 വർഷത്തിനുള്ളിൽ 15ഓളം ചെറുസ്ഥലം മാറ്റ പട്ടികകളാണ് പുറത്തിറക്കിയത്. അസ്ഥിരമായ തൊഴിൽ സാഹചര്യം ജീവനക്കാരുടെ കാര്യക്ഷമതയെ ബാധിക്കുമെന്നും മനോവീര്യം തകർക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന പട്ടിക പുറത്തിറക്കിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു. ജീവനക്കാരുടെ പ്രതിഷേധം മുഖവിലക്കെടുക്കാനോ അവർക്ക് കൃത്യമായ മറുപടി നൽകാനോ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. വിവാദ പട്ടിക റദ്ദാക്കി പകരം പുതിയ പട്ടിക സർക്കാർ മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് പുറത്തിറക്കണമെന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ ആവശ്യം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സർക്കാരിൻ്റെ ട്രാൻസ്ഫർ നയത്തിലൊക്കെ തന്നെ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ട കാലമായിരിക്കുന്നു എന്നാണ് വ്യക്തിപരമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാര്യം സർക്കാർ സർവീസിൽ ട്രാൻസ്ഫറുകൾ തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് പാറശാല മുതൽ കാസർഗോഡ് വരെ പോകേണ്ടി വരും. കേന്ദ്ര സർവീസിലാണെങ്കിൽ നിങ്ങൾക്ക് കാശ്മീർ വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്ത് ട്രാൻസ്ഫർ നേടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നിരുന്നാലും പരമാവധി ഒരു ഉദ്യോഗസ്ഥന് അയാൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ യുക്തിയും സാമാന്യ നീതിയുമാണ്. എന്നാൽ ചില ഉദ്യോഗസ്ഥന്മാർ അവരുടെ അധികാരത്തിൻ്റെ ശക്തി സാധ്യതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെ ദൂരേക്കടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ചില ട്രാൻസ്ഫറുകളിൽ ചില ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ജോലി ചെയ്യേണ്ടത് 2 വർഷം, 1 വർഷം, 3 വർഷമൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ഡിഫിക്കൽട്ട് സ്റ്റേഷൻ എന്നാണ് അത് പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇത്തരം ഡിഫിക്കൽട്ട് സ്ഥലങ്ങൾ കേരളത്തിലും ഉണ്ടാകും. പക്ഷേ അവിടേക്കൊക്കെ ആളുകളെ ഒരു ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ ഒരു സാധ്യത കാണാൻ വേണ്ടി മാത്രം ട്രാൻസ്ഫർ ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അനുകൂലമായ സാഹചര്യമുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ കാര്യക്ഷമമായി പണിയെടുക്കും എന്നുള്ള നഗ്ന സത്യം നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ ട്രാൻസ്ഫറുകളിലൊക്കെ തന്നെ ഒരു പരക്ഷേമ കാംക്ഷ നമുക്കുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരക്ഷേമ കാംക്ഷ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.